കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവൃദ്ധതേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന MS സുബ്ബലക്ഷ്മിയുടെ പാട്ടാണ്. പക്ഷേ മനസ്സിനും ശരീരത്തിനും എത്രമാത്രം കുളിരാണ് തരുന്നത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തൊരു ഭംഗിയായിട്ടാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നതെന്നറിയാമോ? അത് വിശദീകരിച്ചിരിക്കുന്നത് ഒരു ഉസ്താദാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉസ്താദിന്റെ പ്രസംഗം കേട്ടതിന് ശേഷമാണ് അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ആ ഉസ്താദ് പറഞ്ഞ വാക്കുകളുടെ ഒരു വീഡിയോ കൂടി ഇടുകയാണ്. ഒന്ന് കേൾക്കണേ, മനസ്സിലാക്കണേ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ. ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം. ഉത്തിഷ്ഠോദിഷ്ട ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. കമലാകുജ തിന്ദിന കുങ്കുമതോ നീയതാതുനി താതുല നീലതനോ. രാവിലെ അമ്പലത്തിൽ നിൽക്കുന്ന എഴുന്നേക്കട ഉത്തിഷ്ഠ, എഴുന്നേക്ക്. നരശാതൂലം കർത്തവ്യം ദൈവമാന്തിരം. ദൈവകൃപ കിട്ടുന്ന കർത്തവ്യ നിരതനായി എഴുന്നേക്ക്. സുബഹികരിക്കണം തന്നെ അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഉത്തിഷ്ഠ നരശാതൂല കർത്തവ്യം ദൈവമാന്തിരം. ദൈവപ്രീതിയിൽ കർത്തവ്യ നിരതനായി എഴുന്നേക്ക്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നമ്മുടെ നാട്ടിലൊക്കെ ഞാനിതൊക്കെ എന്നും കേട്ടതാണ്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ഇതൊക്കെ ഞങ്ങള് കേട്ടു വളർന്നതാണ്. അത് കേട്ടു വളർന്ന ജനതയ്ക്കൊരു കുഴപ്പമില്ല. കേൾക്കാതെ വളർന്നവർക്കാണ് ഈ വർഗീയതയും മതവിദ്വേഷം ഉണ്ടാവുക. ഇതൊക്കെ കേട്ട് തരംപിച്ച ആളുകളാ. ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റല് വലിയ ഭാഗമാണ്. നമ്മൾ പറയും അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാ പെട്ടെന്ന് പിടക്കാവും. നമ്മൾ പറയും അവിടെ ഞങ്ങള് മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. അവിടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ജീവിക്കും. നമ്മുടെ ഐഡന്റിറ്റിയെ നിലനിർത്തി അതിന്റെ ഒരു സുഖം വേറെയാണ്, അല്ലേ? അല്ലേ? എന്തിനാ ഈ വർഗീയത എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളുടെ എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്, ഒരേ ആശയങ്ങളാണ്. പ്രാർത്ഥിക്കുക, സമാധാനത്തോടു കൂടി ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, കൂടെ നിർത്തുക, കുശുമ്പും കുന്നായ്മയും ഒഴിവാക്കുക, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. നമുക്ക് നമ്മളായിട്ട് ജീവിക്കാം. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ മാനിച്ചുകൊണ്ടും നമ്മുടെ മതങ്ങളെ ആചരിച്ചുകൊണ്ടും നമ്മുടെ രാഷ്ട്രീയ മതവൈകാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും മുന്നോട്ട് പോകുന്നത് എത്ര ഭംഗിയായിരിക്കും. കലാപങ്ങളില്ലാത്തൊരു നാട്, പ്രശ്നങ്ങളില്ലാത്തൊരു നാട്, സഹായഹസ്തങ്ങളുള്ള ജനങ്ങള്. എന്ത് രസമാണല്ലേ?